ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗ്ലോ വിത്ത് പാറു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 2024 ആൻഡ് 2023 ഏത് ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് പാരാമെഡിക്കൽ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. 2024 കൺസിഡർ ചെയ്യുമ്പം BSc ഡയാലിസിസ് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് 297, EWS 293, ഈഴവ 296, മുസ്ലിം കാറ്റഗറി 296, BH 294, LC 289, BX 296, KU 295, DV 291, SC കാറ്റഗറി 271, ST 276. പിന്നീട് നമ്മൾ BSc ഒപ്റ്റോമെട്രി നോക്കുന്ന സമയത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ 295, EWS 292, ഈഴവ 294, മുസ്ലിം കാറ്റഗറി 296, BH 290, SC 290, ST 275. MLT കിട്ടിയിരിക്കുന്നത് 299 സ്റ്റേറ്റ് മെറിറ്റിൽ. EWS കിട്ടിയിരിക്കുന്നത് 296, 297 എക്സെട്ര. ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി സ്റ്റേറ്റ് മെറിറ്റിൽ 299, EWS 298, ഈഴവ 294, മുസ്ലിം കാറ്റഗറി 299. പെർഫ്യൂഷൻ ടെക്നോളജി 298 സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയിരിക്കുന്നത്, 294 മുസ്ലിം കാറ്റഗറി കിട്ടിയിട്ടുണ്ട്. കാർഡിയോവാസ്കുലാർ സ്റ്റേറ്റ് മെറിറ്റിൽ 299, ഈഴവ മുസ്ലിം കാറ്റഗറി 300 മാർക്ക് വെച്ചാണ് ഇൻഡെക്സ് മാർക്ക്. BH 298. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി 299 സ്റ്റേറ്റ് മെറിറ്റിൽ, EWS 291, ഈഴവ 290. BPT കിട്ടിയിരിക്കുന്നത് 296, EWS 296, ഈഴവ 297, 298. പിന്നെ ബാച്ചുലർ റേഡിയോതെറാപ്പി 298, EWS 291, ഈഴവ 296. ഞാനിതിൽ മുഴുവൻ കാറ്റഗറിയിലുള്ള മാർക്കും പറയുന്നില്ല. ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾ 2024 എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് ഓരോ കാറ്റഗറിയിലും കിട്ടിയത് എന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള കുട്ടിയാണോ അത് വെച്ച് ശ്രദ്ധിച്ച് നോക്കാൻ ശ്രമിക്കുക. പക്ഷേ നമുക്കറിയാം, ഈ ഒരു വർഷം തേർഡ് അലോട്ട്മെൻറ്റ് വന്ന് നിൽക്കുന്ന സമയത്ത് 277 മാർക്ക് വരെയുള്ള കുട്ടികൾക്ക്, ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയിട്ടുണ്ട്. കുറേ കുട്ടികൾ ഇപ്പം തന്നെ വേക്കൻസി വന്ന കോളേജിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഇനിയും ഒരുപാട് ഒഴിവുകളുണ്ട്. നമുക്ക് ഈ കാണിച്ചേക്കുന്ന PDF 2023 ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും ഏകദേശം ഒരു 275 സിമെറ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് വർക്കിലൊക്കെ കിട്ടിയിട്ടുണ്ട്. CPASിലാണെങ്കിലും 284 കിട്ടിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം, അതായത് 2024 284 മാർക്കുള്ള ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് അന്ന് BSc MLT ആണ്. എന്നാൽ ഈ ഒരു വർഷം ആ കുട്ടി വീണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ കുട്ടിക്ക് 284 മാർക്കുള്ള കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നല്ലൊരു നേഴ്സിംഗ് കോളേജിൽ കിട്ടി. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ഇൻഡെക്സ് മാർക്ക് മെയിനായിട്ട് കമ്പയർ ചെയ്യുന്നത് 2023 വെച്ചിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം. BSc ഒപ്റ്റോമെട്രി സ്റ്റേറ്റ് മെറിറ്റിൽ 2023 കിട്ടിയിരിക്കുന്നത് ഗവൺമെൻറ് കോളേജസിൽ 290, ഈഴവ 282, മുസ്ലിം കാറ്റഗറി 298, BH 293, LC 293, DV 272, VK 296, BX 289, പിന്നീട് KN 239, SC 243, ST 225. ഇതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ BSc ഒപ്റ്റോമെട്രി കിട്ടിയിരിക്കുന്നത് ഏകദേശം 215 മുതൽ 279 മാർക്ക് വരെയുള്ള ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ്. ഈഴവ കാറ്റഗറി 175, മുസ്ലിം കാറ്റഗറി 188, BH 228, LC 139, KU 208, 293. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയിരിക്കുന്നത് 287, ഈഴവ 294, മുസ്ലിം കാറ്റഗറി 292. ബാച്ചുലർ ഓഫ് റേഡിയോതെറാപ്പി ടെക്നോളജി കിട്ടിയിരിക്കുന്നത് 295 സ്റ്റേറ്റ് മെറിറ്റിൽ, ഈഴവ കാറ്റഗറി 293, മുസ്ലിം കാറ്റഗറി 295, BH 264. ഇനി അടുത്ത് നമ്മൾ കാർഡിയോവാസ്കുലർ നോക്കുന്ന സമയത്ത് നമുക്ക് 282 സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടിയിരിക്കുന്നത്. ഗവൺമെൻറ് കോളേജിൽ കിട്ടിയ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് 296, ആലപ്പുഴയിലാണ് കിട്ടിയത്. ഈഴവ കാറ്റഗറി 293 കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ഡയാലിസിസ് നോക്കുന്ന സമയത്ത് ആലപ്പുഴ കോളേജിൽ നമുക്ക് 298 കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് മെറിറ്റിൽ. അതുപോലെ തന്നെ ഈഴവ കാറ്റഗറി 295, മുസ്ലിം കാറ്റഗറി 287. പിന്നീട് BSc ബാച്ചുലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കോളേജ് കോട്ടയത്ത് 292 സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ BSc MLT കിട്ടിയിരിക്കുന്നത് സെൽഫിൽ 213 വരെയുള്ള കുട്ടികൾക്ക് സെൽഫിൽ കിട്ടിയിട്ടുണ്ട് 2023. ഈഴവ കാറ്റഗറി 216 വരെ, മുസ്ലിം കാറ്റഗറി 211 വരെയും, BH 226 വരെയും, KU 285 വരെയും, KN 234 വരെയുള്ള കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ 2024 കുറേ കൂടി മാർക്കുള്ള കുട്ടികൾക്കായിരുന്നു കിട്ടിയിരിക്കുന്നത്. എന്നാൽ 2023 കുറച്ചുകൂടെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും 213, 14 ഒക്കെ ഉള്ള കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഏകദേശം ഈ വർഷം വരാൻ ചാൻസ് ഉള്ളത്. കാരണം റാങ്ക് വന്നതും 2023 പോലെ തന്നെയാണ്. അപ്പോൾ അത് വെച്ചാണ് നമ്മളൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.